ഇപ്പം ഞാനൊരു ഫിലിം കണ്ടു. ഫിലിമിൻ്റെ പേര് 29 29. ഞാൻ കൂടി ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് ഒരു സാധാരണ 29 വയസ്സുകാരൻ അനുഭവിക്കുന്ന ലൈഫിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് മാത്രമായിരിക്കും ദ കണ്ടൻറ്റ്. ആൻഡ് ആ 29 വയസ്സുകാരൻ ഒരു ലവിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത് കണ്ടത്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് എ പീസ് ഓഫ് ആർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സാധാരണഗതിയിലൊരു റൊമാൻറ്റിക് പടത്തിനപ്പുറം ഒരുപാട് വാല്യൂസ് പറഞ്ഞു തരുന്ന, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമ്മുടെ ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള സിനിമ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഫിലിം കാണുന്നത് ഇപ്പോഴാണ്. ഇത് സത്യം പറഞ്ഞൊരു ആർട്ടാണ്. കാരണം ഓരോ സ്റ്റേജ് ഓഫ് ലവും കാണിക്കുന്നുണ്ട്, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. റിയലി ഫാൻറ്റാസ്റ്റിക് മൂവി ആക്ച്വലി. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇതിൻ്റെ ട്രെയിലർ കണ്ട് അതിൽ തൊട്ട് താഴെ അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കിയപ്പോൾ, യൂട്യൂബിൽ എൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കിയപ്പോൾ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് മൂവി ഓഫ് 2026 എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഐ വാസ് ഫീലിംഗ് ലൈക്ക് അത്ര നല്ല ഫിലിമാണോ, ഓക്കെ എന്നൊന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. പക്ഷേ എൻ്റെ അമ്മേ, എന്താ ഒരു ഫിലിമാണ്. അതിലും ആ ഒരു മെയിൻ ക്യാരക്ടർ, ദ ഹീറോ ഓഫ് ദ മൂവി, സത്യ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആ ഒരു പേഴ്സൺ, ഹൂവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് നോ ഹിസ് നെയിം. ഞാനതൊരു റിവ്യൂ ആയിട്ട് പറയല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇതിപ്പോൾ പറയണം എന്ന് തോന്നി, അതിൻ്റെ പേരില്ല. സാധാരണ ഞാൻ സിനിമകളുടെ റിവ്യൂ അങ്ങനെയെന്ന് പറയാറില്ല. എനിക്കിത് പറയണം തോന്നി, അതിൻ്റെ പേരിൽ പറയുക. ഞാൻ വെറുതെ ഒരു മൂവി കണ്ടതാണ്, കാഷ്വലായിട്ട് ഈ മൂവി കാണണം. ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടു. ആ റീല് കണ്ടപ്പോൾ എനിക്ക് പടം കാണണം തോന്നി. നെറ്റ്ഫ്ലിക്സിൽ പോയപ്പോൾ എൻ്റെ ഇതുണ്ടായിരുന്നു, ട്രെയിലർ കണ്ടു. വൺസ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കിയപ്പോൾ ഐ പേഴ്സണലി ഫെൽറ്റ് ലൈക്ക് ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഓക്കെ, ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തൊരു സിനിമ കാണുക എന്ന് പറയുന്നത് അത്രയും നല്ല പടമാണെങ്കിൽ മാത്രമേ കാണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുക. സോ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കിയപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ആൻഡ് ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. എസ്പെഷ്യലി ആ മെയിൽ ക്യാരക്ടർ, അയ്യോ എന്താ പറയുക, മെയിൽ ക്യാരക്ടർ ആണെങ്കിലും ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിലും രണ്ടുപേരുടെയും, ആ സത്യ എന്ന് പറയുന്ന ക്യാരക്ടറും ആ വിജി എന്ന് പറയുന്ന ക്യാരക്ടറും അവരങ്ങനെ അഭിനയിച്ച് തകർത്തു എന്ന് വേണം പറയാൻ. കാരണം ദിസ് ഈസ് നോട്ട് എന്താ പറയുക, കൊമേഴ്ഷ്യൽ മൂവി. ദിസ് ഈസ് എ പീസ് ഓഫ് ആർട്ട്. അങ്ങനെ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ റൊമാൻറ്റിക് കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഇതൊരു പക്ക ഒരു റൊമാൻറ്റിക് ഫിലിമാണ്. പക്ഷേ അതിനപ്പുറം, റൊമാൻസിനപ്പുറം ഒരു മെസ്സേജൊക്കെ തരുന്ന ഒരു വളരെ നല്ലൊരു മൂവി. എനിക്ക് കുറേ കാലത്തിന് ശേഷമാണ് ഫുള്ളി എൻഗേജിങ് ആയിട്ടുള്ള, എന്താ പറയുക, ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എന്താ പറയുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഐ റിയലി ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് മൂവി ആക്ച്വലി. ഇതിൽ ഒരു സാധാരണ ടിപ്പിക്കൽ ലവ് സ്റ്റോറിയിൽ ഉണ്ടാവുന്ന ക്രിഞ്ചിനപ്പുറം ആ എഴുതിയ റൈറ്റർ ആരാണെങ്കിലും അയാൾ മെച്യൂർഡായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറിയിൽ കാണുന്ന പോലെയല്ല ഇതിനെ ലവും കാര്യങ്ങളും പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇറ്റ് റിയലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അദ്ദേഹം ഒരു മെച്യൂർഡ് വേയിൽ ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ലവ് ഫെയിലിയർ വന്നാൽ എന്താ സംഭവിക്കുക, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ടിപ്പിക്കലായിട്ട് കാണിക്കുന്ന ക്ലീഷ ഐറ്റംസ് അല്ല അതിൽ കാണിച്ചിരിക്കുന്നത്. ഭയങ്കര വ്യത്യാസമുള്ള ഒരു സംഭവം. ഒരു ലവ് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓരോ സ്റ്റേജ് ഓഫ് ലവും എങ്ങനെയായിരിക്കും, അതിൽ ആ ലവിലുണ്ടാവുന്ന കൺഫ്യൂഷൻസ്, തുടക്കത്തിലുണ്ടാവുന്ന കെമിസ്ട്രി, തമാശകൾ അതൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഉണ്ടാവുന്ന ഡൗട്ട്, സംശയങ്ങൾ, എങ്ങനെയായിരിക്കും ഇത് ശരിയാവോ, വർക്കൗട്ട് ആവില്ലേ എന്നുള്ളതിന് ഉണ്ടാവുന്ന നമുക്കൊരു മെൻ്റൽ സ്ട്രഗിൾ. അതിനുശേഷം ഫൈനലൈസ് ചെയ്ത് അതിനെ വേണ്ടാന്ന് വെച്ച് മ്യൂച്വലായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അത് ശരിക്കും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവരുടെ തോട്ട് പ്രോസസ്, മെൻറ്റാലിറ്റി, അതൊക്കെ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന അയ്യോ എന്താ ഞാൻ പറയുക, ഇറ്റ് ഈസ് എ റിയലി ഗുഡ് മൂവി. ഐ റിയലി ഫെൽറ്റ് ഇറ്റ് ലൈക്ക് വാവ്, വണ്ടർഫുൾ മൂവി. അതിൽ പറയുന്നൊരു മെസ്സേജ്, ആ മെസ്സേജിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഐ ഓപ്പണിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്.
മെച്യൂർഡ് വേ ഓഫ് ഹാൻഡ്ലിങ് ദ ലവ് ആൻഡ് സംതിങ് എവറിത്തിങ്, എല്ലാത്തിൻ്റെ ഒരു മെച്യൂർഡ് വേയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓരോ കാര്യത്തെയും എന്ത് രസമായിട്ടാണ് അറിയോ അവർ ആ ഒരു ലവിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓ, നമുക്ക് ഈ കളങ്കമില്ലാത്ത സ്നേഹം ഉണ്ടാവല്ലോ, ചീറ്റിംഗ് ഒന്നുമില്ല, വേറൊരാളെ സാധാരണഗതിയിലൊരു സ്റ്റീരിയോടൈപ്പ് മെൻറ്റാലിറ്റി ഇല്ലേ, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരു വൃത്തികെട്ട ടോക്സിസിറ്റി ഉണ്ടാവും ലവിന്, സംശയം, അങ്ങനത്തെയൊക്കെ സംഭവം. അതൊന്നുമില്ല. എ പ്യുവർ ഫോം ഓഫ് ലവ്. അതെങ്ങനെയായിരിക്കണം, അതെന്തായിരിക്കണം, ലൈഫിൽ ലവ് വരുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, ഒരു പ്യുവർ ഫോം ഓഫ് ലവ് വരുമ്പോൾ എന്ത് സംഭവിക്കും, അവർ ഈച്ച് അതർ സപ്പോർട്ട് ചെയ്യും, ഈച്ച് അതർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, തമ്മിൽ തമ്മിൽ എന്താണ് അപ്ലിഫ്റ്റ് ചെയ്യും, എന്താ പറയുക, ഗ്രോ ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയെല്ലാം കാണിച്ചു തരുന്ന അത് വളരെയധികം രസകരമായി പോർട്രേ ചെയ്തിട്ടുള്ളൊരു ഫിലിം. എനിക്കതിൽ ഓരോ ഫ്രെയിമും ഞാൻ എൻജോയ് ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. എവറി സിംഗിൾ ഫ്രെയിം ഓഫ് ദാറ്റ് മൂവി എന്ത് രസത്തിൽ അത് ഡയറക്റ്റ് ചെയ്തിരിക്കണേ. അതിൽ പാട്ട്, ആ പാട്ട് ഒരു ഫസ്റ്റിലൊരു സോങ് വരുന്നുണ്ട്, ഒരു ലവ് സോങ്. ആ ലവ് സോങ്ങിൽ എന്ത് രസത്തിലാണെന്നറിയോ, അതിൻ്റെ ലൈറ്റിങ്, അതിൽ ആ ഒരു എന്താ പറയുക, ആ പെൺകുട്ടീനെ ഇങ്ങനെ രസിച്ച് ഇങ്ങനെ കാണുകയാണ് ഓരോ സീനിൽ. അവളുടെ ഓരോ എക്സ്പ്രഷൻസും ഇങ്ങനെ രസിച്ച് കാണുകയാണ്. ആ കാണുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ലവ്, അത് നന്നായിട്ട് ആ മുഖത്ത് കാണുന്നുണ്ട്. ആ ഒരു ലവ്, ആ ഒരു ഇന്നസെൻസ്. അയ്യോ, ഐ റിയലി ലവ് ദിസ് മൂവി, റിയലി എൻജോയ് ദിസ് മൂവി. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു നല്ല ലവ് സ്റ്റോറി കാണുന്നത്. എ പ്യുവർ ഫോം ഓഫ് ലവ്, ആൻ ആർട്ട് ഓഫ് വാവ്. എന്താ ഞാൻ സാധാരണ ഈ റിവ്യൂ പറയുന്ന ആൾക്കാരനെ പോലെ ഇതാണ് ഡയറക്ടർ, ഇതാണ് സിനിമാറ്റോഗ്രാഫർ, ഇതാണ് ആക്ട്രസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും എനിക്കറിയില്ല. എനിക്കിതിൽ ആരാണെന്ന് പോലും അറിയില്ല. ഇതിലത്തെ ഒരാൾക്കാരനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ സ്റ്റിൽ ഐ വിൽ അങ്ങനെ പ്യുവർ ഫോം ഓഫ് ലവ് കാണണം, ഒരു ഫീൽ ഗുഡ് മൂവി കാണണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ദിസ് മൂവി. ഒരു 29 വയസ്സുകാരന് ഒരു 21 വയസ്സുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയുമായിട്ട് ലവിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ ലവ് അവൻ്റെ ലൈഫിലും അവളുടെ ലൈഫിലും എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് മൂവി. ഇടയിൽ പൊളിറ്റിക്സൊക്കെ വരുമ്പോൾ, ഇടയിൽ കുറച്ച് പൊളിറ്റിക്സൊക്കെ വരുന്നുണ്ട്. ആ പൊളിറ്റിക്സൊക്കെ വരുമ്പോൾ ഇച്ചിരി പെശകാവുന്നുണ്ട്. പക്ഷേ ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ. ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതാണ് ശരിക്കും ലൈഫ് എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ദ ഫിലോസഫി. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്, നമ്മൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ജീവിതം എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട് ഫിലോസഫീസ്, ഒരുപാട് മോറൽസ്, ഒരുപാട് വാല്യൂസ്, ഇതെല്ലാം അയ്യോ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളൊരു ഫിലിം. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഞാനങ്ങനെ റിവ്യൂ ഒന്നും പറയാറില്ല സീരിയസ്ലി. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോഴും ആ ഒരു എഫക്റ്റ് ഉണ്ട്, ആ ഒരു ഫീലുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു അയ്യോ അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആവില്ല, ബട്ട് അതിൽ തരുന്നൊരു മെസ്സേജ് ഉണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരാണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു ചിന്താഗതിയുണ്ട്. ഒരാണും പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രേമിക്കും, അവർ തമ്മിലൊരു കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ആവും, പിന്നെ അവർ തമ്മിൽ സെക്ഷലി ഉള്ള ഒരു സംഭവങ്ങളൊക്കെ നടക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ പറയുന്നുണ്ട് ശരിക്ക് ഒരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു സംഭവമാണെന്നോ, പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെയാണെന്നും, പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്, കാമം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക സൊസൈറ്റിയിൽ. ആക്ച്വലി ഇതൊക്കെ വളരെയധികം സിമ്പിളായിട്ടുള്ള തിങ്സാണ്. എന്തുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഒരു വലിയ സംഭവം ആക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമാണ് ശരിക്കും ജീവിതത്തിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വെറും ഒരു പ്രേമത്തിലും ഒരു കാമത്തിലും ഒരു സാധാരണ ഒരു ഫാമിലി ലൈഫിലും
തീരേണ്ടതല്ല. ജീവിതം എന്ന് പറയണത് ഒരുപാട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം, അതിനുവേണ്ടി ഓടണം, പ്രയത്നിക്കണം. അതാണ് ഏറ്റവും വലിയ ത്രില്ലിങ് മൊമെൻറ്റ്. അതിൻ്റെ കൂടെ അങ്ങനെ അങ്ങനെ പോകുന്ന ആ ജേണിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു പാർട്ട്ണർ വേണം. നമ്മളെ എപ്പോഴും കൂടെ ഉണ്ടാകാൻ മ്യൂച്വലി സപ്പോർട്ട് ചെയ്യണം. രണ്ടുപേർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവണം. അവരവരെ ഈക്വലി മ്യൂച്വലായിട്ട് സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഹൗ ലൈഫ്. അത്രത്തോളം അടിപൊളിയായിരിക്കും. അപ്പോഴാണ് ജീവിതം ശരിക്കൊരു ഒരു ജീവിതമാവുള്ളൂ എന്നാണ് പറഞ്ഞു തരുന്നത്. സോ എൻ്റെ പൊന്നെ, ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി ഇത്രത്തോളം സംസാരിക്കുന്നത്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മേ ബി അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ഇറ്റ്സ് റിയലി, ഞാൻ പറയും അതിൽ കമൻറ്റ് ബോക്സിൽ ഞാനും പോയി പറയും ഇറ്റ്സ് എ റിയലി അണ്ടർ റേറ്റഡ് മൂവി എന്ന്. കാരണം ഒരു സാധാരണ ടിപ്പിക്കൽ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ടിപ്പിക്കലായിട്ട് കാണിക്കുന്ന ഒരു കോമഡിയോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ഒരുപാട് നല്ല എസെൻസ് എല്ലാം കാണിച്ചിട്ടുള്ള ഒരു പ്യൂറസ്റ്റ് ഫോം ഓഫ് ലവ് കാണിച്ചിട്ടുള്ള ഒരു ഫിലിം. നമുക്കൊരു നല്ല സിനിമ കണ്ടിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ടിപ്പിക്കലായിട്ട് പറയില്ലേ, ഈ ലവ് സ്റ്റോറിയിൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇത് കഴിഞ്ഞാൽ അത് സംഭവിക്കും, അത് കഴിഞ്ഞ് ഇത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് നിറച്ച് നമ്മളെ തിങ്ക് ചെയ്യിപ്പിച്ച് അങ്ങനത്തെ ഒരു ഫിലിം. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഐ റിയലി ലവ് ദാറ്റ് ഫിലിം. കണ്ടു നോക്കൂ. ഇഫ് യു റിയലി want to watch a feel good movie, definitely I will say this is a romantic, eye opening feel good movie. Yeah, I will say that romantic, eye opening feel good movie. വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഗൈസ്, it's just watch it, just experience it. You will definitely feel the same if you are a person. Thank you.